അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടീനെ പോലെയുള്ള ഉണ്ണികളെയൊക്കെ കാണുമ്പോഴേ അപ്പോൾ കണ്ണന് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, കണ്ണൻകുട്ടീനെ പോലെ ഉണ്ണികളെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, കണ്ണൻകുട്ടിക്ക് എന്താ പ്രത്യേകത? ശരിക്കും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇവരൊക്കെ സ്പെഷ്യൽ ചൈൽഡാണ് അല്ലേ? നമുക്ക് ഇവർ നോർമലാണ്. എന്തൊക്കെയാണെങ്കിലും അവർ നമുക്ക് അമ്മമാർക്കാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർക്കാണെങ്കിലും നമുക്ക് ഇവർ നോർമൽ തന്നെയാണ്. പക്ഷെ പുറമേ നിന്ന് കാണുന്നവർക്ക് അയ്യോ ഇരിക്കാനും നടക്കാനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി എന്നുള്ള രീതിയിൽ ഭയങ്കര സഹതാപമായിരിക്കും. നമുക്ക് എന്തൊരു ഇത് നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മളെ അങ്ങനെ സഹതാപത്തോട് കൂടെ ആളുകൾ നോക്കുമ്പോഴേ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും ഭയങ്കര ഇതായി. പിന്നെ പഴമക്കാർ ചിലരൊക്കെ കാണുമ്പോൾ ഞാനിപ്പോൾ 1-2 പേരുടെ വീഡിയോസൊക്കെ ഇതുപോലുള്ള ഉണ്ണികളുടെ വീഡിയോസൊക്കെ ഇടുന്നത് നമ്മുടെ വീഡിയോയിലൊന്നും ആരും അങ്ങനെ കമൻ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ബലമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറേ പേരൊക്കെ വന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഈശ്വരൻ ജന്മം കൊടുക്കുന്നുണ്ട്, അത് ഏറ്റവും സേഫായിട്ടുള്ളൊരു കയ്യിൽ കൊടുക്കണം എന്നാണ് ഈശ്വരൻ വിചാരിക്കുന്നത് അല്ലേ? നോക്കാത്തൊരമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ നമുക്ക് ഇങ്ങനത്തെ മക്കളെ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നോക്കില്ല. അപ്പോൾ നമ്മളെ ഈശ്വരൻ സ്പെഷ്യലായിട്ട് കാണുന്നത് കൊണ്ടല്ലേ ഈശ്വരൻ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തരുന്നത്. നമ്മളത്രയും പൊന്നു പോലെ അവരെ നോക്കുന്ന ഈശ്വരന് പോലും ഉറപ്പുള്ളത് കൊണ്ടല്ലേ. അങ്ങനെ എന്തായാലും ചിന്തിക്കാത്തത്? നമ്മളെന്തോ ചെയ്ത പാപത്തിൻ്റെ ബലമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നതിന് തിരിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ? ഈശ്വരന് അത്രയും ഉറപ്പുണ്ട് നമ്മൾ അവരെ പൊന്നു പോലെ നോക്കുന്നു, അതുകൊണ്ടല്ലേ നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ മക്കളെ തരുന്നത്. പിന്നെ എല്ലാവരും വിചാരം നമ്മളിങ്ങനെ ഇവരെപ്പോഴും എപ്പോഴും കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വിഷമാണെന്നാണ് മൈൻഡിൽ, നമുക്കുള്ളിലുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവരെയും പോലെ അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഉള്ളിലുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് നേരം എൻ്റെ കണ്ണൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. ചിലപ്പോൾ കല്യാണിയുടെ കൂടെ ഇരുന്ന് ഞാൻ എന്തെങ്കിലും അവളായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഹാപ്പിയാവും ഞാൻ കണ്ണൻ്റെ കൂടെ ഇരിക്കുമ്പോൾ. അവൻ്റെ ആ ഒരു ചിരിയും അവൻ്റെ ആ ഒരു കളിയും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അത് ചിലപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കണ്ണനെ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ണൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവൻ്റെ ചിരി കാണുമ്പോൾ അവരുടെയൊക്കെ മൈൻഡ് ഇതുപോലെ റിലാക്സ് ആവുന്നതായിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് എനിക്ക്. ഞാൻ അവൻ്റെ അമ്മയാണ്, എപ്പോഴും അവൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് മൈൻഡ് റിലാക്സ് ആവുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരെ നോക്കുന്ന നമ്മളമ്മമാരും ഒക്കെ ഭാഗ്യം ചെയ്തവരല്ലേ, അല്ലാതെ നമ്മൾ ശാപം കിട്ടിയവരാണോ?